അനുവിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഓർക്കുന്ന നമ്മൾ മറ്റേ ചോയ്സ് ടവറിന്റെ ഹെലിക്യാം ഷൂട്ടിൽ ആദ്യത്തെ ഹെലിക്യാം ഷൂട്ട് അത്ര ഉയരത്തിൽ ചെയ്ത ഒറ്റയടിക്കാണ് അനു വന്ന് ഓക്കെ പറഞ്ഞത്. വേറെ ഒന്നും സംസാരിച്ച പോലുമില്ല. നമ്മൾ ഇങ്ങനെ പറയുന്നു, ശരി നമുക്ക് ഷൂട്ട് ചെയ്യാന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നതേ, ഇതേപോലെ തന്നെ ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഗട്ട് ഫീലിംഗ് ആണോ ആ കഥാപാത്രത്തെ സൈൻ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഗട്ട് ഫീലിങ്ങുകൾ പിന്നീട് അബദ്ധമായിട്ടുണ്ടോ? രണ്ടുമാണ്. ഗട്ട് ഫീലിംഗ് ഫസ്റ്റ് നമുക്കൊരു കോള് വരുമ്പോൾ തന്നെ ഒരു തോന്നൽ കിട്ടും. ചിലത് മാറിപ്പോയിട്ടുണ്ട്, ചിലത് ഇത് ഞാൻ ചെയ്യുമായിരിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ എടുത്തത് ഗംഭീര ഇഷ്ടപ്പെട്ട് ഞാനത് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ കൂടുതൽ സമയവും നമ്മുടെ ഗട്ട് ഫീലിംഗ് ശരിയായി വന്നിട്ടുണ്ട്, ആ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മേലെ ഗട്ട് ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മേലെ കഥയും ഞാൻ ചെയ്യേണ്ട കഥാപാത്രവും തന്നെയാണ് എനിക്ക് പ്രയോറിറ്റി. അത് എന്തെങ്കിലും ഒരു കംഫർട്ടബിൾ അല്ലായ്മ ഉണ്ടെങ്കിൽ ഞാൻ ഡയറക്ടറോടോ റൈറ്ററോടോ നേരിട്ട് സംസാരിക്കുകയും എന്നിട്ട് അത് ക്ലാരിഫൈ ചെയ്യുകയും അങ്ങനെ ഇഷ്ടപ്പെട്ട പ്രോജക്ട്സ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് വരുന്ന എല്ലാ പ്രോജക്റ്റും ആദ്യം ഞാൻ അവരോട് ചോദിക്കും, ഇത് കൊള്ളാവുന്ന വേറെ ആരെങ്കിലും ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നാവില്ലേ എന്ന് ഞാൻ ആദ്യം ചോദിച്ച് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരാളാണ്. എന്താ വെച്ചാൽ അവർ കോൺഫിഡൻസ് തന്നാലാണ് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവാറ് സാധാരണ. അപ്പം അത് കാരണം ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും, ഞാൻ തന്നെ വേണോ എന്നുള്ളൊരു ക്രോസ് ചെക്ക് നടത്തും. പിന്നെ അൾട്ടിമേറ്റ്ലി എൻ്റെ ക്യാരക്ടറും ആ കഥയും തന്നെയാണ് പ്രധാനം. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്, ഗട്ട് ഫീലിംഗ് ആയാലും ബാക്കിയെല്ലാം.